എല്ലാവർക്കും സ്വാഗതം മാപ്ര യൂട്യൂബ് മലയാളം ചാനലിലേക്ക്. പുതിയ വാർത്തകളും വിശകലനങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ. ഇതിനായിട്ട് മറ്റൊരു വിഷയമാണ്, അതായത് കെ.സി. വേണുഗോപാൽ ഒരു ഗുരുതരമായ ഒരു ആരോപണം കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു. കണ്ണൂരിൽ പ്രത്യേകിച്ച് പയ്യന്നൂരൊക്കെ കേന്ദ്രീകരിച്ച് CPM വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ച് കള്ളവോട്ടിനായി ഒരുങ്ങുന്നു എന്നതാണ്. അതിൽ CPM-ന്റെ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ചൊക്കെ നടക്കുന്നുണ്ട് എന്നായിരുന്നു ആരോപണം. അതിലിപ്പോൾ CPM പാർട്ടി വക്കീൽ നോട്ടീസൊക്കെ അയച്ചിട്ടില്ലേ? എന്താണ് അതിൽ രാഷ്ട്രീയമായുള്ള പച്ച നുണിയാണത്. കെ.സി. വേണുഗോപാൽ യൂത്ത് കോൺഗ്രസ് കേരളത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി യൂത്ത് കോൺഗ്രസ് ഇലക്ഷൻ അട്ടിമറിച്ച രാഹുൽ മാങ്കൂട്ടത്തിനോടാണ് അത് പറയേണ്ടത്. അതിന് ഒരു ചാവേർ പട തന്നെ അന്ന് യൂത്ത് കോൺഗ്രസിനുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പ് വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി അട്ടിമറിച്ച് ഇന്ന് നിലവിലുള്ള പല ഭാരവാഹികളും അവിടെ എത്തിയതാണ്. അന്ന് പലരെയും പുറത്താക്കി. അപ്പോൾ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കുന്നതിൽ ഗവേഷണം നടത്തുന്നവരാണ് കോൺഗ്രസ്സുകാർ. എന്നിട്ട് ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാരെ പോലെ പോക്കറ്റടിച്ചുകൊണ്ട് ഓടുകയും കള്ള 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 എന്ന് ആ പോക്കറ്റടിക്കാരൻ വിളിച്ചു പറയുമ്പോൾ മറ്റുള്ളവർ അദ്ദേഹത്തിൻ്റെതാണ് പോക്കറ്റടിച്ചത് എന്ന് കരുതി അയാൾക്കൊപ്പം കൂടുകയും ക്രമേണ അയാൾ ആൾക്കൂട്ടത്തിൽ നിന്ന് പിറകോട്ട് പോവുകയും ചെയ്യുന്നത് പോലെ ആയിരിക്കും കെ.സി. വേണുഗോപാലിൻ്റെ പ്രതികരണം സ്വന്തം പാർട്ടിക്കാരോട് പറഞ്ഞാൽ ഉണ്ടാവുക. തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ അതൊരു വലിയ തെറ്റിദ്ധാരണക്ക് വഴിവെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരമൊരു പ്രചാരണം CPIM-ന്റെ ജില്ലാ ഏരിയ കമ്മിറ്റി ഓഫീസുകളിൽ നടത്തുന്നത് പാർട്ടിയുടെ വിവിധ യോഗങ്ങൾ നടത്താനും വിവിധ ഗവേഷണ കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്താനുമാണ്. പഴീക്കോടൻ സ്മാരക മന്ദിരം പുതിയ കെട്ടിടത്തിലേക്ക് മാറിയപ്പോൾ അവിടെ ഒരു നില പാട്യം ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനത്തിനു വേണ്ടിയും സോഷ്യൽ മീഡിയയുടെ പ്രവർത്തനത്തിനു വേണ്ടി വിനിയോഗിക്കുകയാണ്. അതല്ലാതെ പാർട്ടി ഓഫീസുകളുടെ കെട്ടിടങ്ങളിൽ വ്യാജരേഖയുണ്ടാക്കുന്നു എന്ന വ്യാജ ആരോപണം അത് കോൺഗ്രസ് നടത്തുന്നത് രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടിയാണ്. ഓക്കെ, പിന്നെ പാലക്കാട് കെ.സി. വേണുഗോപാൽ ബസ്സിൽ കയറിയിട്ട് പറഞ്ഞത്, സ്ത്രീകളോട് പറഞ്ഞത്, ആരും UDF അധികാരത്തിൽ വന്നാൽ KSRTC ടിക്കറ്റ് എടുക്കേണ്ടതാണ്. സ്ത്രീയിലൊരു വാഗ്ദാനമാണ്. ആ വാഗ്ദാനം എന്ന് പറയുന്നത് KSRTCയെ തകർക്കാനുള്ള വാഗ്ദാനമാണ്. LDF-ന്റെ വാഗ്ദാനവും UDF-ന്റെ വാഗ്ദാനവും തമ്മിലുള്ള ഒരു താരതമ്യം നമ്മൾ നടത്തുമ്പോൾ അത് മനസ്സിലാവും. ഇപ്പം LDF കൃത്യമായി KSRTCയെ ശക്തിപ്പെടുത്താനുള്ള വാഗ്ദാനങ്ങളാണ്. KSRTCയെ സംരക്ഷിച്ചുകൊണ്ടല്ലേ നമുക്ക് KSRTCയിൽ സൗജന്യ യാത്രയൊക്കെ അനുവദിക്കാൻ കഴിയുക. UDF എന്താ പറയുന്നത്? സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര. KSRTCയുടെ സംരക്ഷണത്തെപ്പറ്റി വല്ലതും പറയുന്നുണ്ടോ? KSRTC കട്ടപ്പുറത്ത് ബസ്സുകളെ വെക്കാൻ ഇടയായവരെ കുറിച്ച് കുറ്റബോധം കൊണ്ടെങ്കിലും ഒന്ന് പറയണ്ടേ? ഞങ്ങൾ ഭരിച്ച പഴയ കാലത്ത് KSRTC കട്ടപ്പുറത്തായിരുന്നു. പുതിയ ബസ്സുകൾ വാങ്ങി അതെല്ലാം KSRTCയെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഇത്ര കോടി ഞങ്ങൾ കൊടുക്കും. അതുണ്ടോ മാനിഫെസ്റ്റോയിൽ? ഇല്ല. എന്നാൽ ഇടതുപക്ഷം പറയുന്നത് എന്താ? 10 വർഷം 14,000 കോടിയോളം രൂപ KSRTCക്ക് നൽകുക വഴി ശമ്പളവും പെൻഷനും കൃത്യമായി കൊടുക്കുക മാത്രമല്ല, പുതിയ ബസ്സുകൾ വാങ്ങി. KSRTCയുടെ വരുമാനം വർദ്ധിച്ചു. അപ്പോൾ KSRTCയെ സംരക്ഷിക്കാനുള്ള നിർദ്ദേശമാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷം നൽകുന്നത്. അങ്ങനെ KSRTC ലാഭത്തിലേക്ക് നീങ്ങിയാൽ എന്തെങ്കിലും സൗജന്യ യാത്രയും മറ്റും കൊടുക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ടെങ്കിൽ
അതിൽ ഒരു പെശകുമില്ല. പക്ഷേ KSRTC കട്ടപ്പുറത്താക്കിയിട്ടാണ് ഈ കൂട്ടർ KSRTCയിൽ സൗജന്യം കൊടുക്കുമെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബസ് ഓടൂല, പിന്നെ എങ്ങനെയാണ് സൗജന്യ യാത്ര? ഇത് പറയാൻ ഏതൊരാൾക്കും കഴിയുന്നതേ ഉള്ളൂ. Thank you.